ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിൽ എക്സസൈസ് 1.3-ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് അറിയോ? ലുക്ക് അറ്റ് സെവറൽ എക്സാമ്പിൾ ഓഫ് റേഷണൽ നമ്പേഴ്സ്. നിങ്ങൾ റേഷണൽ നമ്പേഴ്സിൻ്റെ പല എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. P/Q ഫോമിലുള്ളത്, വേർ P and Q ആർ ഇൻറ്റീജേഴ്സ്. അവിടെ Pയും Q ഇൻറ്റീജർ ആയിരിക്കും. നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1, അതായത് പിക്കും ക്യൂക്കും തമ്മിൽ ഒരു കോമൺ ഫാക്ടറും ഇല്ല. എന്നുവെച്ചാൽ 10/5 ആണെങ്കിൽ ഇവിടെ കോമൺ ഫാക്ടർ 5 ഉണ്ടല്ലേ, 2ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത എക്സാമ്പിൾ 2/3, ഇതിന് കോമൺ ഫാക്ടർ ഇല്ലല്ലോ. ആൻഡ് ഹാവിങ് ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഒരു ടെർമിനേറ്റ് ചെയ്യുന്ന, അതായത് 1.25 എന്ന് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ. ആൻസറിൽ 1.25 കിട്ടും, ഇവിടെ ടെർമിനേറ്റ് ആയില്ലേ. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻ്റെ P/Q ഫോം നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ അവിടെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ആ പ്രോപ്പർട്ടി എന്നാണ് ചോദിക്കുന്നത്. അതായത് ചില നമ്പേഴ്സ് എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷനാണ് അല്ലേ. ഉദാഹരണത്തിന് 1/2 = എത്ര കിട്ടുക? 0.5. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇനി അടുത്തത് നോക്കിക്കോളൂ, 7/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.75 കിട്ടും. ഇവിടെ നമ്മൾ പറയുന്നതല്ലേ ഇവിടെ വന്നു കേട്ടോ. ലുക്ക് അറ്റ് സെവറൽ എക്സാമ്പിൾ ഓഫ് റേഷണൽ നമ്പേഴ്സ്. റേഷണൽ നമ്പേഴ്സിൻ്റെ പല എക്സാമ്പിൾ നോക്കിക്കോളൂ. P and Q ആർ ഇൻറ്റീജേഴ്സ്, Pയും Q ഇൻറ്റീജർ ആണ്. നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. ഇവിടെ 7ലും 4ലും വേറൊരു കോമൺ ഫാക്ടറും ഇല്ല, 1ൽ 2ലും ഒരു കോമൺ ഫാക്ടറും ഇല്ല. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സ് നിങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത്. അടുത്ത വേറെ എക്സാമ്പിൾ എടുക്കാം, 6/5. ഇവിടെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് 1.2 എന്ന് വരും. പിന്നെ അടുത്ത നമ്പർ ഞാൻ എടുക്കുന്നത് ഗസ് ചെയ്യുന്നത് ഒരു 11/8. 11/8 എന്ന് പറയുമ്പോൾ ഏകദേശം 1.375 വരും. ഓക്കെ, ഇവിടെയും കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല രണ്ടിലും. അപ്പോൾ ഈ നമ്പർ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ടെർമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേറെ നമ്പറും കൂടി എടുക്കാം, 3/100. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്നാ അറിയാം, എത്രയാണ്? 0.03. അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾ എക്സാമ്പിൾ എടുത്തുകൊള്ളൂ, നോ ഇഷ്യൂ. വേറെ നമ്പറും കൂടി എടുക്കാം, 21/50. 21/50 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.42 വരും. അപ്പോൾ ഇതെല്ലാം ടെർമിനേറ്റിംഗ് ഉള്ള നമ്പേഴ്സാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് പോയിട്ട് എന്താക്കുന്നുണ്ട്? അവസാനിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ അവസാനിക്കുന്ന നമ്പറിൻ്റെ ഈ Q എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമുക്കറിയാം മുകളിലത്തെ നമ്പറാണ് P, താഴത്തെ നമ്പറാണ് Q. ഈ Q എന്ന് പറയുന്ന സംഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ് അല്ലേ. അതൊക്കെയാണ് Q. ഇവിടെ 8 ആണ്, ഇവിടെ 100 ആണ്, ഇവിടെ 50 ആണ്. Qനൊരു പ്രത്യേകത ഉണ്ടാവും. ആ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഇത് ടെർമിനേറ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, Qന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ടെർമിനേറ്റ് ചെയ്യൂ. എന്താണ് ആ പ്രത്യേകത എന്നാണ് കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ 2 എന്ന് പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്നത് 2 തന്നെ അല്ലേ, 2/1. 4 എന്ന് പറയുന്നതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 2 അല്ലേ, അതായത് 2/1 to 2/1. 5 എന്ന് പറയുന്നത് 5 തന്നെ, 5/1. 8 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? 2 × 4 ഫാക്ടറൈസ് ചെയ്യും അല്ലേ, 2 4 8. അഗെയിൻ ഇത് നമുക്ക് എന്ത് എഴുതാം? 2 × 2 4. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ 2 × 2 × 2 2/1 to 2/1 2/1 കിട്ടും. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയേ, എങ്ങനെ വേണം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 4 × 25 എന്ന് എഴുതാം. ഓക്കെ, 4 × 25 100 ആണ്. ഇനി ഈ 4നെ വേണമെങ്കിൽ 2 × 2 എന്ന് എഴുതാം. 25നെ വേണമെങ്കിൽ 5 × 5 എന്ന് എഴുതാം. അപ്പോൾ ഈ 100നെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? 2 × 2 × 5 × 5. ഇത് ഫാക്ടർ ട്രീ ഉപയോഗിച്ചുള്ള ഫാക്ടറൈസേഷനാണ്. എങ്ങനെ ചെയ്താൽ നമുക്ക് ഇതന്നെ കിട്ടാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഫാക്ടറൈസ് ചെയ്ത് വിചാരിച്ചോ, 100ൽ 2 50 പ്രാവശ്യം പോവും. എഗെയിൻ 2 എടുത്താൽ 25 പ്രാവശ്യം പോവും. എഗെയിൻ 5 എടുത്തു കഴിഞ്ഞാൽ 5 പ്രാവശ്യം പോവും. എഗെയിൻ 5 എടുത്തു കഴിഞ്ഞാൽ
ഒരു പ്രാവശ്യം പോകും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇതന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്. 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 മനസ്സിലായില്ലേ? അപ്പോൾ ഏത് നിലക്കെടുത്താലും അങ്ങനെ തന്നെ. അതിൻ്റെ ഒരു ഈസി വേ ആണ് ഞാൻ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, ഇവിടെ എല്ലാം പ്രത്യേകത എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ഇത് 50 നമ്മൾ ചെയ്തിട്ടില്ല, 50 കൂടി ചെയ്ത് കളയാം. 2 ഇൻറ്റു 25 അല്ലേ 50 അല്ലേ, 2 ഇൻറ്റു 25. ഇതിനെ ഇനി വീണ്ടും നമുക്ക് ചെയ്യാം 5 ഇൻറ്റു 5. അപ്പോൾ 50 ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നിട്ട് അല്ലേ. ഇവിടെ എല്ലാം പ്രത്യേകത ആരാ ശ്രദ്ധിച്ചത്? ആർക്കാ പറയാൻ പറ്റുക? യെസ്, ഇവിടെ എല്ലാം എന്തുണ്ട്? ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ, ക്യൂവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഒന്നുകിൽ 2 ഉണ്ട്, അല്ലെങ്കിൽ 5 ഉണ്ട്, അല്ലെങ്കിൽ 2ഉം 5ഉം ഉണ്ട് അല്ലേ. യെസ്, അത് തന്നെയാണ് പ്രത്യേകത. ഒരു നമ്പർ ഡെസിമൽ എക്സ്പാൻഷൻ അത് ടെർമിനേറ്റിംഗ് ആണെങ്കിൽ ആ നമ്പറിൻ്റെ ക്യൂ എന്ന് പറയുന്നത്, ആ ക്യൂവിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരുണ്ടാവും? 2 ഉണ്ടാവും, 5 ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ 2ൻ്റെ ഏതെങ്കിലും പവർ ഉണ്ടാവും, അല്ല 5ൻ്റെ പവർ ഉണ്ടാവും. ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ നമുക്ക് കിട്ടിയത് 2⁻² ഇൻറ്റു 5⁻², അല്ലേ. 100 ഈക്വൽ ടു 2⁻² ഇൻറ്റു 5⁻². 2ൻ്റെ പവറുണ്ട്, 5ൻ്റെ പവറുണ്ട്. അല്ലെങ്കിൽ 2ൻ്റെ പവർ ഉണ്ടാവും, അല്ലെങ്കിൽ 5ൻ്റെ പവർ ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ക്യൂവിൻ്റെ പ്രത്യേകതയാണ്, അതായിരിക്കണം ക്യൂവിൻ്റെ പ്രത്യേകത. ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് the prime factorization of, ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കേട്ടോ, എക്സാമ്പിൾസ്. ആ പിയും ക്യൂവിനെ വെട്ടിക്കളേ, ചെറിയ കത്തിരി കൊണ്ട് വിട്ടല്ലേ. ഓക്കെ, the prime factorization of q has only power of power of 2 or power of 5, അല്ലെങ്കിൽ രണ്ടും കൂടി അല്ലേ, ഓർ ബോത്ത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. ഒരു നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഇതുപോലെ എൻഡ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ക്യൂ എന്ന് പറയുന്നത്, അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ 2 കിട്ടും, അല്ലെങ്കിൽ 5 കിട്ടും, അല്ലെങ്കിൽ 2ഉം 5ഉം ഒന്നിച്ച് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സ് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസമായി കാണാം. ബൈ ബൈ.